സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം വണ്ടിയുടെ RC ബുക്ക് ഇപ്പൊ കയ്യിലുണ്ടോ? കയ്യിൽ കാണില്ല, കാരണം പലരുടെയും RC ബുക്ക് ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഫിസിക്കലായിട്ട് RC ബുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വെർച്വൽ ആയിട്ട് എങ്ങനെ RC ബുക്ക് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഇതിനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് പരിവാഹൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ചെയ്യാം, ഒന്ന് പരിവാഹൻ വെബ്സൈറ്റ് യൂസ് ചെയ്ത് ചെയ്യാം. എന്റെ ഒരു അഭിപ്രായത്തിൽ പരിവാഹൻ ആപ്ലിക്കേഷൻ ആണ് ബെറ്റർ. അപ്പൊ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അതായത് പരിവാഹൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ലോഗിൻ പ്രൊസീജിയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ ഫസ്റ്റ് ഹോം പേജിൽ തന്നെ മൈ വെർച്വൽ RC എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ടാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർക്ക് ഒരു OTP വരും. അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു RC ബുക്ക് ആ ഒരു ആപ്ലിക്കേഷനായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ടുള്ളത് പരിവാഹൻ വെബ്സൈറ്റ് ആണ്. നിങ്ങൾ നേരെ ക്രോമോ ഗൂഗിളോ ഓപ്പൺ ചെയ്തിട്ട് വെർച്വൽ RC ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വെബ്സൈറ്റിലോട്ട് പോകും. അവിടെ പോയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും വണ്ടിയുടെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും എൻ്റർ ചെയ്തിട്ട് OTP അടിച്ചാൽ നിങ്ങൾക്ക് PDF ആയിട്ടും നിങ്ങളുടെ വണ്ടിയുടെ RC ബുക്ക് ഫോണിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതിന് നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ നമ്പറോ ചേസ് നമ്പറോ അറിയുന്നുണ്ടാവില്ല. ഇത് കിട്ടാനായിട്ട് ഒരു അടിപൊളി ടെലഗ്രാം ബോട്ട് എൻ്റെ കയ്യിലുണ്ട്. ആ ഒരു ടെലഗ്രാം ബോട്ട് പോയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും മറ്റ് പല ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് RC ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ടെലഗ്രാം ബോട്ടിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ പോയിട്ട് ബോട്ടിൽ നിന്ന് കമന്റ് ചെയ്യുക. ഞാൻ പേഴ്സണലി DM ചെയ്യും. എന്നെ ഫോളോ ചെയ്തിട്ട് മാത്രം കമന്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഭാവിയിൽ ഈ ഒരു റീൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് സേവ് ചെയ്ത് വെച്ചോ.